ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ ഒരു മാവ് ബഡ്ഡിംഗ് ആണ്. മാവിൽ അതിന് വേണ്ട സാധനങ്ങൾ ഒരു കത്തി, ഒരു ടേപ്പ്, പിന്നെ സാനിറ്റൈസർ ചെയ്യുക. കത്തി കൈയൊക്കെ സാനിറ്റൈസർ ചെയ്യുക. അത് തന്നെ, ഇത്ര സാധനം മതി. പിന്നെ നമുക്കൊരു നല്ല ഒരു റൂട്ട് ഷോക്ക് വേണം. അതുപോലെ ഒരു സെവൻ, അതിന്മേൽ ബഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെവൻ വേണം. അപ്പോൾ നമ്മളൊരു നാടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സെവന് ഒരു കലപ്പാടി മാവിൻ്റെതാണ്. ഇതിപ്പോൾ ഏകദേശം 2-2.5 മാസമായ ഒരു റൂട്ട് സ്റ്റോക്കാണ് നാടൻ മാവിൻ്റെ. അപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കിലൊരു ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കി തൊലി എടുക്കണം. ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തിൽ ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ തൊലി പതുക്കെ പൊളിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നല്ല ഷാർപ്പായ കത്തിയായിരിക്കണം. അപ്പോൾ ഞാൻ കത്തിയൊക്കെ സാനിറ്റൈസർ ചെയ്താണ്, കയ്യും കത്തിയൊക്കെ. അതാർക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മാവിൻ്റെ, നാടൻ മാവിൻ്റെ ഒക്കെ തൈ ഇങ്ങനെ പിന്നെ ചട്ടിയിലൊക്കെ കവറിലൊക്കെ ആക്കി ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിങ്ങനെ 2-3 മാസം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിന്നെ എവിടുന്നെങ്കിലും നല്ല മാവിൽ നിന്നൊക്കെ സാധനം കിട്ടുകയാണ്, അതിൻ്റെ ബഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബഡ് ചെയ്യാൻ കഴിയും. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആർക്കും ചെയ്യാം. ഈ റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ വളർത്തി വെക്കണം. അപ്പോൾ നല്ല മാവെന്നൊക്കെ നമുക്ക് നല്ല എവിടുന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കമ്പ് കട്ട് ചെയ്ത് കൊണ്ടുകൊണ്ട് നമ്മൾ ബഡ് എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ ഇലകളൊക്കെ ഒഴിവാക്കിക്കളാം. എന്നിട്ട് പയമെന്ന് നമ്മൾ ഒരു ബഡ് എടുക്കുന്ന സമയത്ത് ഒരു കണ്ണിൻ്റെ ഇതിൽ നിന്ന് എടുക്കണം, കണ്ണി സെൻറ്ററാക്കിയിട്ട്. അപ്പോൾ ആ കണ്ണി കട്ട് ചെയ്യുമ്പോൾ ശേഷം നീളം കൊടുക്കുക. നമ്മൾ പിടിച്ചും കഴിഞ്ഞാൽ നമ്മൾ ബഡ് ഇങ്ങനെ അടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബഡ് പെട്ടെന്ന് പിടിച്ച് അടുത്തിയെടുക്കാൻ കഴിയില്ല. അതിനോണ്ട് ബഡ് പിന്നെ അതിൻ്റെ കണ്ണി അയലിൻ്റെ കണ്ണി ലേശം നീളത്തിൽ വെക്കുക. എന്നിട്ട് ബഡ് അതിൽ എടുത്തതിന് ശേഷം ഷൺമെന്ന് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ കണ്ണിയാണ് ചെത്തിച്ചാൽ മതി. അപ്പോൾ ഒരു ഭാഗം കീറിയിട്ട് ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ മെല്ലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിനെക്കൊണ്ട് ഇങ്ങനെ ഒന്ന് മുടന്തി കൊടുത്തിട്ടാണെങ്കിൽ പൊളിഞ്ഞ് കിട്ടും. രണ്ട് ഭാഗവും ചിലപ്പോൾ ഒരു ഭാഗത്ത് തന്നെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. അതിന് 2 ഭാഗം ഇളക്കി കൊടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വലിച്ച് കീറരുത്, പൊളിച്ച് തന്നെ എടുക്കണം. അതൊക്കെ ഇളക്കിയിട്ട് കത്തി കൊണ്ട് മെല്ലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തിക്കി കൊടുത്താൽ പൊട്ടി പോവുകയും ചെയ്യരുത്. താഴെ മേലെയും 2 നല്ല കട്ടിങ് ഇടണം. ഇങ്ങനെ പൊളിച്ചെടുക്കുക അതൊക്കെ. അതായത് അതിൻ്റെ പിന്നെ ബഡ് എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മുട്ടുണ്ടാവും, ഒരു മണി പോലെ. അതുണ്ടോ നോക്കണം. അതില്ലെങ്കിൽ അതിന് മുളം വരാൻ സാധ്യതയില്ല. അതിൻ്റെ ഉള്ളിൽ നെറ്റിൻ്റെ പിന്നെ അതേ ഭാഗത്തായിട്ട് ഉണ്ടാവും ഒരു ചെറിയൊരു മണി പോലെ ഒരു അരി ഉണ്ടാവും. അതുണ്ടോ നോക്കണം. അത് പരിശോധിച്ചിട്ട് മാത്രമേ ബഡ് എടുത്ത് വെക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ മുളം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ പിന്നെ റൂട്ട് സ്റ്റോക്ക് മേലെ നമ്മൾ ആദ്യം പിന്നെ ഇളക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ടേപ്പ് ചുറ്റുക. വളരെ എളുപ്പമാണ് പണി. പക്ഷേ നമ്മൾ വെച്ച 1-2 കുറച്ച് പ്രാവശ്യമൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും വിജയിച്ചോളണമെന്നില്ല. അതൊന്ന് എയിമായി വരാനുണ്ട്. അവർ കുറേ സമയം ചെയ്യുമ്പോഴാണ്, നമുക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. കുറേ പ്രാവശ്യമൊക്കെ ചെയ്തതിനാണ് നമുക്കൊക്കെ എയിമായി വന്നത്. പിന്നെ നമുക്ക് മെത്തേഡൊക്കെ മനസ്സിലാവും, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമൊക്കെ നമ്മൾ കൈ തട്ടിയും അങ്ങനെ പിന്നെ അതിൻ്റെ മൂളങ്ങൾ എടുക്കുന്നത് പിന്നെ ഒന്നും ശരി ഇല്ലാണ്ട് ഇപ്പോൾ അതിൻ്റെ ബഡ് എടുക്കുന്നതൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊക്കെ ഓരോരോ ഐഡിയ, അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഐഡിയ കിട്ടും.
നമ്മളൊന്നോ രണ്ടോ മൂന്നോ ചെയ്ത് കഴിഞ്ഞാൽ വിജയിച്ചില്ല പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാറ്. നമുക്ക് ചെയ്തു നോക്കണം. ഇതിനെ താല്പര്യമുള്ള ആൾക്കാർ ചെയ്തു നോക്കണം. അപ്പോൾ നമുക്കത് വിജയിച്ച് കിട്ടും. എന്തിനും പരിശ്രമിച്ചാൽ വിജയിക്കുന്നതല്ലേ. വെറുതെ പിന്നെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തോ ചെയ്യാണ്ടൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇത്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് സംഭവം. ഇത്രേ പണിയുള്ളൂ. ഇനിയിപ്പോൾ അത് മുകളം വന്നു കഴിഞ്ഞാൽ തെപ്പ് എന്നാൽ ഒരു 10-15 ദിവസം 20 ദിവസത്തിനുള്ളിൽ അതിനും ഒരു തെപ്പ് വരും. ആ പച്ചപ്പാവുണ്ട്. നമുക്ക് ആ പ്ലാസ്റ്റിക് കഴിച്ച് ഒഴിവാക്കുക. പ്ലാസ്റ്റിക് കഴിച്ച് ഒഴിവാക്കിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്തോളാം. മാവിൻ്റെ കട്ട് ചെയ്ത് ഉപയോഗിക്കണം മുകൾ ഭാഗം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മറ്റേത് ആ മുകളങ്ങൾ നല്ല കറക്റ്റായിട്ട് നല്ല ശക്തിയിൽ വളർന്ന് വന്നോളൂ. ഇനി പിന്നെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു ചോല തട ഒരു മഴ കൊള്ളാത്ത വെയിൽ, നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്തട വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറേ തൈകളിങ്ങനെ പോയിന്. കുറേയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ നല്ല മാവിൻ്റെ പിന്നെ ബഡൊക്കെ കിട്ടുമ്പോൾ കമ്പ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യലാണ്. അപ്പം ഇങ്ങനെ കുറേ തൈകളിങ്ങനെ പോയി റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ വെക്കലാണ്. പെട്ടെന്ന് എഴുതെങ്കിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല മാവ് എന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ